പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യമാകെയും വലിയ സുരക്ഷയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കേരളത്തിലേക്ക് എത്തുന്നൊരു ചടങ്ങുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണ ഉണ്ടാകും, അതിലപ്പുറത്തേക്കുള്ള സുരക്ഷ ഇത്തവണ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ബോംബ് ഭീഷണി എന്നുള്ള വാർത്ത നമ്മൾ വിമാനത്താവളത്തിൽ നിന്നും കോടതിയിൽ നിന്നും ഒക്കെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഇടയിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയും ചെയ്തത്. പ്രശാന്ത് കൃഷ്ണ ചേരുകയാണ് രാജ്ഭവന് മുന്നിൽ നിന്നും. പ്രശാന്ത്, 7:45 പ്രധാനമന്ത്രി വിമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നേരിട്ട് അങ്ങോട്ടേക്കാണ് എത്താൻ പോവുക. എന്തായാലും വലിയ അവിടെ വരെയാണ്. മാത്രമല്ല ഈ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ശംഖുമുഖം റോഡും മറ്റൊന്ന് രാജ്ഭവനിലേക്കുള്ള റോഡിലേക്കുമാണ്. അവിടെ നമ്മൾ കണ്ടു, നേരത്തെ ഒരുപാട് ആളുകളെ കണ്ടു. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയ BJP പ്രവർത്തകരെയും പ്രധാനമന്ത്രിയെ കാണാനെത്തിയിട്ടുള്ള കുറെ ആളുകളെയും ഒക്കെ നമ്മൾ കണ്ടു. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങളും. എന്താണ് രാജ്ഭവന് മുന്നിലുള്ള കാഴ്ച? അക്ഷയ, മുൻപൊരിക്കലും ഒരു പ്രധാനമന്ത്രിയും തലസ്ഥാനത്തോ അല്ലെങ്കിൽ കേരളത്തിൽ എത്തുന്ന അവസരത്തിൽ ഇല്ലാത്ത വിധമുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇത്തവണ. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇവിടേക്ക് വരുമ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ വലയം മുഴുവൻ അല്ലെങ്കിൽ ആ കണ്ണുകൾ മുഴുവൻ തിരുവനന്തപുരത്ത് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. രാജ്ഭവന് മുന്നിൽ സുരക്ഷ ശക്തമാണ്. ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ വഴികളിലുള്ളതുപോലുള്ള പ്രവർത്തകരെയോ അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങളെയോ ഇവിടെ കൂടി നിൽക്കാൻ അനുവദിക്കില്ല. കൃത്യമായ സുരക്ഷാ സംവിധാനം. കാരണം പ്രധാനമന്ത്രി ഇന്ന് 7:55 വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം തിരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട്, അതായത് 8:10 7:50 തിരിച്ചാൽ 8:10 20 മിനിറ്റ് സമയം കൊണ്ട് രാജ്ഭവനിലെത്തും. രാജ്ഭവനിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ കവാടത്തിലൂടെ അകത്ത് പോകും. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തങ്ങുന്നത് രാജ്ഭവനിലാണ്. നാളെ രാവിലെ അദ്ദേഹം 9:45 രാജ്ഭവനിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി തിരിക്കും. 9:50 അതായത് 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഹെലിപ്പാഡിലേക്ക് എത്തും. തിരുവനന്തപുരം നഗരത്തിലുള്ള സജ്ജീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിൽ നിന്നാണ് അദ്ദേഹം വിഴിഞ്ഞം തുറമുഖത്തിനുള്ളിൽ ചെന്നിറങ്ങുക. വിഴിഞ്ഞം തുറമുഖത്തിനകത്ത് ബർത്തിനരികിലുള്ള ഹെലിപ്പാഡിലാണ് ഹെലികോപ്റ്റർ ഇറങ്ങുക. പ്രധാനമന്ത്രി ഇവിടെ നിന്ന് രാജ്ഭവനിൽ നിന്ന് പുറപ്പെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന ദൂരം എന്ന് പറയുമ്പോൾ പ്രധാനമായും ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ചോപ്പറിൽ അദ്ദേഹം 20 മിനിറ്റ് സമയം കൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിനകത്തെത്തും. ഈ രീതിയിലുള്ള ക്രമീകരണമാണ്. ഏതായാലും അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് അതീവ സുരക്ഷാ പ്രാധാന്യമാണ്. കാരണം കേരള പോലീസ്, കേന്ദ്ര ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ സംസ്ഥാന ഇൻ്റലിജൻസ് എല്ലാ സുരക്ഷാ സേനകളുടെയും നിരീക്ഷണത്തിലാണ് തലസ്ഥാന നഗരം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴത്തെ സാഹചര്യം. ഒപ്പം തന്നെ തലസ്ഥാന നഗരത്തിൽ കഴിഞ്ഞ 10 ദിവസത്തിനിടെ വ്യാപകമായി വ്യാജ ബോംബ് ഭീഷണി, അത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ബോംബ് ഭീഷണികളായതുകൊണ്ട് തന്നെ അതെല്ലാം വ്യാജമാണെങ്കിൽ പോലും വളരെ സുരക്ഷാ പ്രാധാന്യത്തോടെയാണ് സുരക്ഷാ ഏജൻസികളെല്ലാം അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഉപേക്ഷയും വിചാരിക്കാതെ വളരെ കൃത്യമായ പരിശോധനകളാണ് എല്ലാ ഘട്ടത്തിലും നടത്തിയിട്ടുള്ളത്. ഇന്നും അത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണികളുണ്ടായി. അപ്പോൾ ഈ സുരക്ഷാ സാഹചര്യങ്ങളിലെല്ലാമാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത്. മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ സാഹചര്യങ്ങളുണ്ട് എന്നത് തന്നെയാണ് ഇത്തവണത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഏറ്റവും പ്രധാനം. അതിനൊപ്പം തന്നെ അദ്ദേഹം നാളെ വിഴിഞ്ഞം തുറമുഖത്തെ ഉദ്ഘാടന ചടങ്ങിന് ആദ്യഘട്ട കമ്മീഷനിങ് ചടങ്ങിലേക്ക് എത്തുമ്പോൾ പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നത് ലോകരാജ്യങ്ങൾ കേൾക്കാനിരിക്കുന്നു. അത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം കേൾക്കാനിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പാകിസ്ഥാനുമായുള്ള ബന്ധത്തിൻ്റെ വിഷയത്തിൽ അത് പാകിസ്ഥാനെ ഇന്ത്യ അല്ലെങ്കിൽ ഭീകരർക്കെതിരായ ഇന്ത്യയുടെ ആക്രമണം ഇത് ഏത് രീതിയിലായിരിക്കും, ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.